ഷാനവാസിനോട് വഴക്കിട്ട് അനുമോൾ കിച്ചണിൽ വന്ന് ഷാനവാസ് വഴക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അനുമോൾ കിച്ചണിൽ വന്നു കഴിഞ്ഞപ്പം അതുവരെ മിണ്ടാതിരുന്ന അക്ബറാണ്. അക്ബർ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇന്നൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇന്നലത്തെ മട്ടൻ ബിരിയാണിയുടെ ഇതിനല്ലേ നിങ്ങൾ ഇന്ന് അവളോട് വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നത്. നിനക്കറിയോ? നീ അറിഞ്ഞോ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന്? പിന്നെ അല്ലാതെ ഇന്നലെ അവൾ മട്ടൻ ബിരിയാണി തന്നില്ലെന്നുള്ളതിൻ്റെ പ്രശ്നത്തിലല്ലേ നിങ്ങളിപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇച്ചിരി അലുവ എടുത്തതിന് അവളെ കള്ളിന്ന് വിളിച്ച് പുറകെ കടന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് വേറെ ഒരു കണ്ടൻറ്റും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അക്ബർ. അപ്പം ഷാനവാസ് പറയുന്നു, നീ ആ കള്ളിക്ക് സപ്പോർട്ട് പിടിക്കാൻ വന്ന കള്ളനാണോ? കൊള്ളാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് അവിടുന്ന് പോയി അനുവിൻ്റെ അടുത്ത് പറയുന്നു, നിനക്ക് സപ്പോർട്ട് പിടിക്കാൻ ഒരു കള്ളൻ വന്നിട്ടുണ്ട്, കള്ളിക്ക് കൂട്ട് കള്ളൻ എന്ന് പറഞ്ഞ്. ഉടനെ അനുമോൾ പറഞ്ഞ്, താൻ പോടോന്ന് പറഞ്ഞു. നീ പോടി നിൻ്റെ വീട്ടിലുള്ളവരെ പോയി വിളിക്കും, നിങ്ങളുടെ വീട്ടിലുള്ളവരെ പോയി വിളിക്കുക, കിളവാന്ന് വിളിക്കുന്നത്. അനുമോൾ കിളവാന്ന് വിളിക്കുന്നത് ഷാനവാസ്. അനുമോൾ കിളവാന്ന് വിളിച്ചിട്ട് ഷാനവാസിന് തിരിച്ചു പറയാനൊന്നുമില്ലാതെ എനിക്ക് നിൽക്കുന്നത്. എന്നിട്ട് ഷാനവാസ് വീണ്ടും പോടി എന്ന് പറഞ്ഞ്, ഇയാൾ പോ ഇയാൾ പോന്ന് പറഞ്ഞ് അനുവും തിരിച്ച് പറയുന്നു, നാണമില്ലാത്തൊരു മനുഷ്യൻ കിളവനെന്നൊക്കെ പറയുന്നു. ഞാൻ അന്ന് മുതൽ കാണുന്ന ആഹാരത്തിന് മുമ്പിലിരുന്ന് ഇങ്ങനെ അനാവശ്യം പറയുന്ന ഒരു മനുഷ്യനുണ്ട്. നാണമില്ല ഇയാൾക്ക്, കള്ളന. അനാവശ്യ സംസാരങ്ങൾ. ആഹാരത്തിനെ മതിക്കടോ, ആഹാരത്തിനൊരു മര്യാദ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾക്ക് ദേഷ്യം വന്നിട്ട് കണ്ണ് കാണാൻ മേതാണ് അനുമോൾ സംസാരിക്കുകയാണ്, കിളവൻ എന്നൊക്കെ. നൂറ ഇടയ്ക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നൊക്കെ. അനുമോൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അനുമോളായിട്ട് തന്നെ അങ്ങ് പറയുകയാണ് ഷാനവാസിനെ. അത്രയും നേരം എന്ന് വെച്ചാൽ അനുമോൾക്ക് സഖി കിട്ടും, അത്രയ്ക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഷാനവാസ്.